നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് മഹാശിവരാത്രി മഹോത്സവത്തിന് അണിയിച്ചൊരുക്കി എഴുന്നള്ളിക്കാനുള്ള പുതിയ നന്ദികേശ ഉരുപ്പടിയുടെ ഉളികുത്തൽ കർമ്മം നടത്തി. ശില്പി പ്രജിത്ത് ശിവപ്രസാദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അണിയിച്ചൊരുക്കി സമർപ്പിക്കാനുള്ള പുതിയ നന്ദികേശ ഉരുപ്പടിയുടെ ഉളികുത്തൽ കർമ്മം നടന്നു. ശ്രദ്ധേയനായ ശില്പി പ്രജിത്ത് ശിവപ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രചോദനമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റി കൂടി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ആത്മാർത്ഥമായി തന്നെ യുവജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകണം. കാരണം വെച്ചാൽ വരും തലമുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നീക്കിവെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സാന്നിധ്യവും സഹകരണവും ഇതിനുണ്ടാകണം. നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉളവക്കാട് കര എപ്പോഴും എല്ലാ കാലത്തും ക്ഷേത്ര ഭരണസമിതിയോട് ഒത്തുനിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം സമയബന്ധിതമായി നമുക്ക് ശിവരാത്രി മഹോത്സവം നടത്തി ദീപാരാധന, പരബ്രഹ്മമൂർത്തിയുടെ ദീപാരാധന കൃത്യസമയത്ത് നടത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി ഈ ഉളവക്കാട് കരയിലെ ഓരോ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാളും വലിയ കാള തന്നെയാണ്, നന്ദകേശൻ തന്നെയാണ് നിർമ്മിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ശിവരാത്രി മഹോത്സവം നമ്മുടെ എല്ലാവരുടെയും കൂടാണ്. അത് 16 കരക്കാരുടെയും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാകണം. അത്തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ശിവരാത്രി മഹോത്സവത്തിന് സമയബന്ധിതമായി തന്നെ നന്ദികേശനെ അവിടെ എത്തിച്ച് പരബ്രഹ്മമൂർത്തിയുടെ ദീപാരാധന കണ്ട് വണങ്ങി തിരികെ പോരുവാനുള്ള എല്ലാ സാധ്യതകളും ചെറുപ്പക്കാരെന്ന നിലയിൽ നിങ്ങളോടും പറയാണ്. മുതിർന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിക്കൊണ്ട് ഈ മഹാശിവരാത്രി മഹോത്സവം വളരെയധികം ഭംഗിയാക്കുവാൻ ഒരു തുടക്കമെന്ന രീതിയിൽ 16 കരകളിലും ഇന്നലെ തത്തമന്നക്കരയുടെ കെട്ടുത്സവം ഇട്ടുകൂട്ടൽ ചടങ്ങിലുള്ള കാര്യങ്ങളിൽ എടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും അതിനൊക്കെ ഉപരിയായിട്ട് എല്ലാവരുടെയും ഈ വർഷം നമ്മുടെ 2 പുതിയ നന്ദികേശനാണ്. ഒന്ന് പുതുപ്പള്ളികുന്നം കരയുടെയും ഒന്ന് ഉളവക്കാട് കരയുടെയും. ഈ 2 നന്ദികേശന്മാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് അതിൻ്റെ വലിപ്പത്തിലും ഭംഗിയിലും രൂപത്തിലും എല്ലാം ആകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ പരബ്രഹ്മമൂർത്തിയുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, ഉളവക്കാട് കരയുടെ പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്.